ഹായ്, എല്ലാവർക്കും മിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇവിടെ നല്ല മഴയാണ്, ഭയങ്കര മഴയാണ്. ന്യൂസിലൊക്കെ കണ്ടു കാണുമല്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ മരങ്ങളൊക്കെ വീണ് ആൾക്കാർക്കും കുഴപ്പമുണ്ട്, ബിൽഡിങ്ങുകൾ ഇടിഞ്ഞ്. എൻ്റെ ബോംബെയിലുള്ള കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ കയറിയതായിട്ടൊക്കെ ഉണ്ടോ? എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചെയ്യണേ. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ നാട്ടിലും വയനാട് മൊത്തം ഈ മഴ കാരണം ഭയങ്കര നാശനഷ്ടങ്ങളും ഒത്തിരി പേർക്ക് അപകടങ്ങളും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസിൽ അതും കാണുന്നുണ്ട്. മഴ വേണം നമുക്ക്, പക്ഷേ അത് മനുഷ്യർക്കാണേലും നമ്മുടെ കൃഷിക്കാർക്കാണേലും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. മഴ നമുക്ക് ആവശ്യമാണ്. ഇവിടെ പ്രൈസമോന് 2 ദിവസം കൊണ്ട് ഓൺലൈൻ ക്ലാസ്സാണ്. കണ്ടിന്യൂസ് മഴയെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് മഴ. അതുപോലെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ജോലിക്ക് പോകുന്നവരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. റീച്ചാൻ പോയിട്ട് വരുന്നതും വരെ എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമില്ലെന്നുള്ളത്. ഇനിയിപ്പോൾ കൊച്ചിന് 2 ദിവസം അതും ചൊവ്വന് ക്ലാസ് അവന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ നെറ്റ് പ്രോബ്ലം വരുന്നുണ്ടല്ലോ, ഒത്തിരി പ്രോബ്ലമാണ്. പിന്നെ എല്ലാം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എൻ്റെ വേദന കുറവുണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിച്ചു. വാട്സപ്പിൽ ഓരോരുത്തരുടെ വീഡിയോ പെൻഡിങ് ആയിട്ടുള്ളവരുണ്ട്. അതുകൊണ്ട് കണ്ടത് ഇപ്പോഴൊക്കെയാണ്. എല്ലാവരും വിളിച്ച് ആശ്വാസവാക്കുകൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കാന്ന് പറയും. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് വേദന ഉണ്ടെങ്കിലും നമുക്ക് ആരോ എവിടേക്കോ നമുക്ക് വേണ്ടി ഒത്തിരി പേരുണ്ടെന്നുള്ളൊരു ഇത് കേൾക്കുമ്പോൾ ഒത്തിരി മനസ്സിനൊരിതാണ്. എന്നാലും ഈ എന്താ പറയുന്നത്, മാംസമുള്ള ശരീരമല്ലേ, അപ്പോൾ അത്രയും ഇതിലായെന്നെ ഇച്ചിരി ഉടച്ചിലും ഇതൊക്കെ ഉണ്ട്. മുട്ടിപ്പോഴും ആ സ്കിൻ പോയെന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ കുറച്ച് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നൊന്നും മനസ്സിലാവത്തില്ല. കുറച്ച് നേരം കിടന്നിട്ടൊക്കെ എണ്ണിക്കുവാന്നേൽ അതങ്ങ് ജോയിൻ്റ് ആയതുപോലെ തോന്നും. അതങ്ങൊരു വലിച്ചിലുണ്ട് മുട്ടൊക്കെ. അത് ഞാൻ ന്യൂസ്പോറിയം പൗഡർ ഇടുന്നുണ്ട്, എന്നാലും അതങ്ങോട്ട് കരിഞ്ഞിട്ടില്ല. ഇത്രയും ദൈവം വരുത്തിയുള്ളൂ. പിന്നെ ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഒക്കെ കാണുക. എൻ്റെ അടുത്ത് പ്രസന്ന പറഞ്ഞു, ബിജി ഒരു തേങ്ങ 3 പേർക്ക് മുതലാകുമെന്ന്. ശരിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യമായിട്ടുള്ള ഇതല്ലേ, അപ്പം നമുക്ക് ഒന്നും എല്ലാം പഠിച്ച് വരത്തല്ല ഉള്ളൂ, ഒന്നും മനസ്സിലാവത്തില്ലല്ലേ, എന്തോ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കൊടുക്കുമ്പം നമ്മൾ ഒരു ടേസ്റ്റ് കുറവ് വരൽ, അവർ വേണമെങ്കിൽ ഇച്ചിരിയും കൂടെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അവർക്ക് ലൂസാക്കാം. പക്ഷേ ഞാൻ ആ 3 ഞാൻ 3 പേർക്കൊരു 300-350 ml ഉണ്ട്. 3 പേർക്കൂടെ അത്രയും വെച്ചാണ് കൊടുത്തത്. പക്ഷേ അത് നമ്മൾ 3 പേർക്കങ്ങ് കൊടുത്തു. നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തല്ലേ പഠിക്കുന്നേ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. മീനില്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഈ മീനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ടൊമാറ്റോ ഇതിപ്പോൾ വായോറ ചേച്ചി ടൊമാറ്റോ അത്ര നല്ല കഴിക്കുന്നത്, എന്തോ ചെയ്യാനാമായേ. ആ ടൊമാറ്റോയുടെ ടേസ്റ്റേലും കൊണ്ട് മനുഷ്യനിച്ചിരി വല്ലതും ഒന്ന് കഴിക്കാന്നുള്ള രീതിയിൽ ടൊമാറ്റോ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. എന്നുമല്ല, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാം. ആഴ്ച ഒരു ദിവസമോ അങ്ങനല്ല. ഈ മീൻ ഇല്ലാത്തപ്പോഴാണ് ഞാൻ ഈ ടൊമാറ്റോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അല്ലാത്തപ്പോൾ അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മീൻ കറി ഉണ്ടെങ്കിൽ. പിന്നെന്തുവാ, ഇന്ന് ഞാൻ പറഞ്ഞതിൽ ചില ചാനലുകാർ ഈ മലാട് മാർക്കറ്റൊക്കെ ഇടുമെന്ന്. ഇപ്പോൾ ഈ 2 ദിവസത്തിന് മുമ്പിട്ടുള്ളത് കാണിച്ചപ്പം അയല മത്തി അതൊന്നുമില്ല, പ്രോൺസ് ഉണ്ട്, പിന്നെ പാപ്ലേറ്റ് നല്ല വിലയാവും. അവർ പറയുന്ന ഇത് മുംബൈയിൽ നിന്ന് വരുന്നതല്ല, എന്തോ എവിടെ നിന്ന് വരുന്നതെന്ന് പറഞ്ഞേ, വേറെ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടോന്ന് വരുന്നതാണ്. അപ്പോൾ പ്രോൺസ് ഒരു കുഞ്ഞൊരു വാട്ട 500 രൂപ. പിന്നെന്തുവാ, കറുത്ത ആവോലി ഇല്ല, വെള്ള ഞങ്ങളുടെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. വെള്ള 6 എണ്ണം 1000 ചില്ലാൻ രൂപ. പിന്നെ നെയ്മീനുണ്ട്, നെയ്മീനും പിന്നെ ഈ പുഴമീൻ അതൊക്കെ ഉള്ളു. പിന്നെ ഞണ്ട് ഇവിടെ ആനങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊക്കെയുള്ളൂ. അല്ല നമ്മുടെ ഈ അയല മത്തി അതൊന്നും കണ്ടില്ല, ഇങ്ങനെ കാണിച്ചേക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇന്നലെ ഞാൻ മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു. അപ്പം രാവിലെ കൊച്ചിന് കൊണ്ടുപോകാൻ മസാല ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇന്നലെ നമ്മൾ സാമ്പാർ വെച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കും.
ഇവർക്ക് ചട്നി ആണെങ്കിൽ ചട്നി അങ്ങനെ ഇത്. അപ്പം കൊച്ചിനുണ്ടാനുള്ള ഇഡലി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചായ ഇപ്പം തിളയ്ക്കുന്നുണ്ട്. ഇച്ചിരി നേരം അതൊന്ന് അവിടെ തിളയ്ക്കട്ടെ. അപ്പോൾ ഇഡലിക്ക് മസാല ഇഡലിക്കുള്ള മസാലയൊക്കെ ചേർത്ത് ഇഡലി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനി ഒന്ന് ഇങ്ങനെ കുടഞ്ഞെടുക്കട്ടെ. ഞാൻ അന്നേരം റീച്ചാനും ചപ്പാത്തിയും കൊടുത്തു വിടുന്നുണ്ട്. ഇത് എക്സ്ട്രാ ഇച്ചിരി കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ റീച്ചാനുള്ളത് കൂടെ ഇവർക്ക് രണ്ടിനുള്ളതാണ് ഞാൻ ഈ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഞാൻ രാവിലത്തെയൊക്കെ അവൻ്റെ ടിഫിനൊക്കെ റെഡിയാക്കി എല്ലാം ഡാഡിക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് ഞാൻ അപ്പം മസാല ഉണ്ടാക്കിയപ്പോഴേ മസാല ഉണ്ടാക്കിയാണ് മസാല ഇഡലിക്ക് ഉണ്ടാക്കിയാണ് ഇച്ചിരി മസാല കൂടുതലായിപ്പോൾ. അതുകൊണ്ട് ഞാനത് വേറൊരു ബൗളിലാക്കിയതാണ്. പിന്നെ ഉണ്ടാക്കി വന്നുകൊണ്ടേ അത് കുറവായിട്ട് തോന്നി. പിന്നെ അതുകൂടെ അങ്ങ് ലാസ്റ്റ് ഇട്ട്. അപ്പം ഞാൻ ഈ പാത്രത്തിൽ എടുത്ത ഒരു ഇഡലി എന്തുമായിരുന്നോ കളറ്, ഞാൻ ഈ മസാല ഇഡലിക്കകത്ത് ഈ തവിയിട്ട് ഇളക്കിയില്ലേ സ്പൂണ്, അത് ആ ഇഡലിയുടെ മുകളിലോട്ട് വെച്ച്. അന്നേരം ആ മഞ്ഞളാണ് അതിൽ പിടിച്ചത്, ആ മസാലയാണ് അതിൽ പിടിച്ചത്. അപ്പോൾ രാവിലത്തെ എൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാനുള്ള കുറേ ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തെ പരിപാടിയാണല്ലേ. ഞാൻ പിന്നെ ആദ്യമേ അങ്ങ് നമ്മുടെ മുളപ്പിച്ച മിക്സ് സ്പ്രൗട്ടുകളുണ്ടായിരുന്നു, അതങ്ങ് തോരൻ വയ്ക്കാമെന്ന് വെച്ച്. അപ്പം സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ്. ഇതിവിടെ പ്രോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. അവന് ചപ്പാത്തി 2 കൊടുത്താലും ഇത് കൂടുതൽ ക്വാണ്ടിറ്റി അവൻ കൊടുക്കാൻ പറയും. അപ്പോൾ ഇത് നല്ല പ്രോട്ടീനും ആണെന്നല്ലേ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സമയം കിട്ടുമ്പോൾ ഞാനിവിടെ മുളപ്പിക്കും. അല്ലെങ്കിൽ നമ്മൾ ജിയോ മാർട്ടിൽ നിന്ന് ഇത് ഇങ്ങനെ ഡബ്ബ കിട്ടും, മിക്സ് ആണെങ്കിലും എന്തുവാണേലും. ഇപ്പം മഴ ആയതുകൊണ്ട് ജിയോ മാർട്ടിൽ മിനിമം നമ്മൾ 399 നമ്മൾ ബുക്ക് ചെയ്യുവാണെങ്കിൽ സാധനം വീട്ടിൽ കൊണ്ടുവരുള്ളൂ. കാരണം മഴയല്ലേ, മഴയത്താണെങ്കിലും ഇതുങ്ങൾ കറക്റ്റ് സമയത്ത് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ ഡെയിലി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെക്കും. ഇപ്പം 2 തേങ്ങ വാങ്ങിക്കേണ്ടിയിരുന്നത് 4 തേങ്ങ വാങ്ങിക്കും. ഇനി സവാളയും വില കൂടാൻ പോവുക. 30 രൂപയായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക്, 40. പിന്നെ ഇന്ന് 39 ഇവിടെ. ഇനിയിപ്പോൾ മഴയാകുമ്പം ഇതിനേക്കായി കൂടും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ എക്സ്ട്രാ വാങ്ങിച്ചിടുമായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ താഴെ ഒന്നും സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചിടാനൊന്നും പോയില്ല. അപ്പോൾ സവാള വഴന്ന് അതിലേക്ക് ടൊമാറ്റോയും ചേർത്ത് മസാലകളും ചേർത്ത് ഇപ്പം ഒന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും കഴുകി വാരിയ സ്പ്രൗട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് മീൻ വാങ്ങിച്ചത് 1/2 കിലോയുടെ ഇരിപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തീർന്നു, ഇനി വീണ്ടും വാങ്ങിക്കണം. ചിലപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നതിൻ്റെ അന്ന് കിട്ടത്തില്ല, പിറ്റേ ദിവസമേ കൊണ്ടുവരത്തുള്ളൂ. ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഫ്രോസണിൻ്റെ അകത്താണെങ്കിലും അതൊന്ന് ഇച്ചിരി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വല്ലതും കഴിക്കാൻ തോന്നും. അപ്പം നിങ്ങൾ എനിക്ക് ഇത്ര എന്തുവാ മീനില്ലെങ്കിൽ ചോറ് ഇറങ്ങത്തില്ലയോ എന്ന്. എന്തോ ചെയ്യാനാ, അതങ്ങ് ശീലിച്ചവർക്ക് അതങ്ങ് ആയിപ്പോയി. എനിക്കൊരിച്ചിരി വേണം. അങ്ങനെ മീനൊക്കെ വെട്ടി കഴുകിയെടുത്തു. അപ്പോഴത്തേക്കിനും നമ്മുടെ സ്പ്രൗട്ട് ഇവിടെ വറ്റി. ഒരു ഇച്ചിണിയും വെള്ളമുണ്ട്, അതവിടെ കിടന്നോട്ടല്ല, അതങ്ങ് ആ ചീനച്ചട്ടിക്കകത്ത് ഇരുന്നങ്ങ് വറ്റിക്കോളും. അപ്പോൾ ഒരിച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനും അതൊരു ഇച്ചിരി എടുത്ത് കഴിക്കുമേ, വെറുതെ തിന്നാനും ഇത് നല്ല ടേസ്റ്റാണ്. അന്നേരം ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലേ. അപ്പം ഞങ്ങളുടെ ഈ സൈഡിൽ ഞങ്ങളുടെ ബീവിങ്ങിൻ്റെ ഞങ്ങളുടെ ഈ സൈഡ് പെയിൻറ്റും ചെയ്തു, മിക്ക എല്ലാം ജോലിയും ചെയ്തു. പക്ഷേ അതിൻ്റെ പുറകിൽ ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡിൽ അങ്ങനെ പെയിൻറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം സൊസൈറ്റിയിൽ നമ്മുടെ ഓരോ റൂംകാരുടെ കയ്യിൽ നിന്നും അവർ കളക്ഷൻ ചെയ്തത് ആണ്. എത്രയോ ലക്ഷം ആയി. അതിപ്പം നമുക്ക് ഓരോ മാസത്തെ ഈ സൊസൈറ്റി ബില്ല് കൊടുക്കുമല്ലേ, അത് കൊടുക്കുന്നത് അതിൻ്റെ അകത്ത് ഇങ്ങനെ അവർ കുറേശ്ശെ ആടിച്ച്. കാരണം ഒരാൾക്ക് പെട്ടെന്ന് ഒറ്റയടിക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കുറേശ്ശെ കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ബിൽഡർക്ക് പൈസ കൊടുത്തില്ലെന്നും പറഞ്ഞ അയാൾ പണി നിർത്തി വച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ പണി ചെയ്തതിൽ ഇപ്പം മഴയായ ഉടനെ പല പേരും
കാരണം പിന്നെ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ, സൊസൈറ്റിയുടെ ഗ്രൂപ്പിൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോരുത്തരുടെയും കംപ്ലൈൻറ്റ്. പലരും കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ മഴ വന്നപ്പോഴത്തേക്കിനും ഓരോരുത്തരുടെ ഇങ്ങനെ ഭിത്തിയൊക്കെ വെള്ളം ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, ഈർപ്പം. ദൈവം സഹായിച്ച് ദൈവമേ നമ്മുടെ റൂമിന് ഇതുവരെ ഒരു കുഴപ്പമില്ല. അങ്ങനെ പലരും കംപ്ലൈൻറ്റ് പറയുക, ഇവർ ഈ ചെയ്യുന്നത് കുറച്ച് ഈ കുറഞ്ഞ ക്വാളിറ്റിയുടെയൊക്കെ ചെയ്തോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്താൽ ഇങ്ങനെ വരേണ്ടതല്ലല്ലേ. അങ്ങനെ എന്തു വന്നേലും എല്ലാവരും ഇപ്പോൾ ആകെ പ്രശ്നത്തിൽ കിടക്കുക. ഇവരെ ബിൽഡറേയും പണി കഴിഞ്ഞ് സൊസൈറ്റിക്കാരെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആൾക്കാർ പറഞ്ഞേ ഞങ്ങൾ തരാനുള്ള പൈസ ഞങ്ങൾ തരുകയും ചെയ്തു, പിന്നെ ഞങ്ങളുടെ റൂമിന് എന്താ ഇങ്ങനെ പ്രശ്നമെന്ന് പറഞ്ഞ് ആകെ പ്രശ്നത്തിൽ കിടക്കുക. ഇപ്പോഴത്തെ മഴയെന്ന് പറയാൻ ഇന്ന് നല്ല കാറ്റും ഉണ്ടായിരുന്നു. കാണുമ്പോൾ നമുക്ക് എനിക്ക് ജനലേ കൂടെ കാണാമല്ലേ, തെങ്ങൊക്കെ നിന്നങ്ങ് ആടുക. നമ്മളിതിക്ക് ഇപ്പോൾ ഈ തെങ്ങങ്ങ് പുഴുത് വീഴുമോയെന്ന് അതുപോലുള്ള ചുറ്റലായിരുന്നു. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്ന് അതിലേക്ക് ഞാൻ മീനൂടെ പറക്കിയിട്ടിട്ട് അതവിടെ കിടക്കട്ടെ. 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കിനത് റെഡിയായി കിട്ടും. ഇന്നലെ കപ്പയുടെ ജിയോ മാർട്ടിലും കപ്പയുടെ ബിഗ് ബാസ്ക്കറ്റിലേക്ക് കപ്പയുടെ ഫോട്ടോ കണ്ടിട്ട് 77 രൂപ കിലോ. ഞങ്ങൾ അന്തേരിയിൽ നിന്ന് വാങ്ങിച്ചത് 70 അപ്പോൾ റീച്ചൻ പറഞ്ഞാൽ 7 രൂപയുടെ ഇതില്ലേ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും നോക്കിയിട്ടും അവർ വലിയ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട്, 77 രൂപയെന്നും കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ട് അത് ബുക്ക് ചെയ്യാൻ ചെല്ലുന്നുണ്ടേ നോട്ട് അവൈലബിൾ എന്നും പറഞ്ഞാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മീനൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടാണ് ഞാൻ ചിന്തിച്ചത്, അയ്യോ ഉലുവാപ്പൊടി ഇട്ടില്ലല്ലോ എന്ന്. പിന്നെ ഞാനിപ്പം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മെയിൻ സാധനം ഉലുവാപ്പൊടി ഇടാൻ മറന്നുപോയി. ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിരുന്നു. ഞാൻ ഓഫാക്കിയിട്ടിട്ട് ഇച്ചിരി നേരമായി. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. അത് ഇന്നത്തെ കറിയല്ല, ഇന്നലത്തെയും കൂടെ കറികളൂടെ ഉള്ളതാണേ. അങ്ങനെ പ്രൈസൻ വന്നിട്ട് അവന് ചപ്പാത്തി വേണമെന്ന് ചോദിച്ചാണെങ്കിൽ അവൻ ചപ്പാത്തി ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാം ഞാൻ കഴിക്കുമ്പം അവനൂടെ വന്ന് കഴിക്കും. അപ്പോൾ അവനോടും ഉള്ള ഇച്ചിരി ചോറൂടാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ സാമ്പാർ ഇപ്പം കുറച്ച് സാമ്പാർ എടുത്തൊന്ന് ചൂടാക്കിയതേ ഉള്ളൂ എനിക്ക് വേണ്ടി, പിന്നെ വൈകിട്ട് മതിയല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടിയുള്ള ഇച്ചിരി സാമ്പാറും എടുത്ത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടിയിട്ടാ ഞാനിത് എല്ലാം കൂടെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സാമ്പാറൊന്നും എടുക്കത്തില്ല, ഈ മീൻചാറും കൂട്ടി കഴിക്കത്തേ ഉള്ളൂ. ഞാൻ ഇച്ചിരി സാമ്പാറും ഒഴിച്ച് പിന്നെ നമ്മുടെ മിക്സ് സ്പ്രൗട്ട് കൂട്ടാനും എടുത്ത്, പിന്നെ ഇന്നലത്തെ ഇച്ചിരി ചെറുപയറും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്നലത്തെ മെനഞ്ഞാന്നത്തെ അപ്പോൾ ചെറുപയറും ഇച്ചിരി എടുക്കുന്നുണ്ട്. പിന്നെ മീൻചാറ് ഞാൻ പറഞ്ഞില്ല, മീൻചാറുണ്ടായിരുന്നെങ്കിൽ ഞാൻ പിന്നെ മീൻചാറ് ഒഴിക്കത്തുള്ളൂ. അപ്പോൾ ഈ പാത്രം കണ്ടുണ്ടേ പ്രൈസമ്മോന് ഒന്നുകൂടെ ഇത് കഴിക്കണം. പ്രൈസമ്മോൻ പറഞ്ഞു ഈ പാത്രം ഞാനങ്ങനെ എടുക്കാതെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഇതിന് ഇങ്ങനെ എനിക്ക് ഈ ഇല പ്ലേറ്റ് സെയിം ഇല പോലുള്ള ഈ വട്ടത്തിലുള്ളതല്ല, ഈ ഇലയുടെ കൂട്ടുള്ള ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതൊരു പ്രാവശ്യം ഈ ഷോക്കേസ് ഇവന്മാർ മുറിക്കകത്ത് കളിച്ച് അതേ കൊണ്ട് ഷോക്കേസിൻ്റെ ആ അടപ്പങ്ങ് ഓപ്പൺ ചെയ്ത്, അപ്പോൾ അതിങ്ങനെ ഇരുന്നുകൊണ്ട് അത് ഇങ്ങനെ തറയെ വീണങ്ങ് പൊട്ടിപ്പോയി. പിന്നെ വാങ്ങിച്ച എനിക്കിതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ആ ഇല ടൈപ്പായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇനിയും തൊട്ട് എനിക്കിത് തരണേ മമ്മിയെന്ന്. അപ്പം നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കണ്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.